പ്രണയസഖി മോളെ ഗൗതം വന്നിട്ടില്ലേ? അവനെ കണ്ടില്ല താഴേക്കൊന്നും. അലയിൽ അച്ഛൻ്റെ അടുത്ത് ഇന്ന് അവർ പോയ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഒരു ചർച്ച നടത്താൻ വരുന്നതാണ്. അച്ഛനും പറഞ്ഞു അവനെ കണ്ടില്ലെന്ന്. അതമ്മേ പുറത്തേക്ക് പോയെന്ന് തോന്നുന്നു, ഞാനും ശ്രദ്ധിച്ചില്ല. പൂജ വല്ലായ്മയോടെ പറഞ്ഞതും ആശയ്ക്ക് എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ തോന്നി. രണ്ടുപേരും തമ്മിൽ ഇനി എന്തേലും വഴക്കുണ്ടായോ എന്നൊക്കെയുള്ള ആശങ്ക അവരുടെ മനസ്സിലേക്ക് വന്നു. സത്യം പറ മോളെ, നിങ്ങൾ എന്തേലും പറഞ്ഞു വഴക്കായോ? ഇല്ല അമ്മേ, ഇല്ല. പൂജ പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു. അവൾക്ക് മനസ്സിലായി അവരുടെ മനസ്സിൽ എന്താണെന്ന്. അവരെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അതുപോലെയല്ലേ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ കഴിയുന്നത്. അതിനേക്കാൾ ഞാൻ ഇവിടേക്ക് വന്ന സാഹചര്യം അങ്ങനെ ആയിപ്പോയില്ലേ? അവൾ മനസ്സിൽ പറഞ്ഞ് അവരെ നോക്കി. ഞാൻ എന്നാൽ താഴേക്ക് ചെല്ലട്ടെ? അവൻ ഫോൺ ഇവിടെ വെച്ചിട്ടാ പോയതെന്ന് തോന്നുന്നു. ഞാൻ അതിലും വിളിച്ചിരുന്നു. സത്യത്തിൽ അച്ഛൻ അവനെക്കൊണ്ട് എന്തോ ആവശ്യമുണ്ട്. അതാണ് എന്നോട് പോയി വിളിച്ചിട്ട് വരാൻ പറഞ്ഞത്. ഞാൻ എന്നാൽ പോകുക മോളെ. അവൾക്ക് ഒരു ടെൻഷൻ വേണമെന്ന് കരുതി അത്രയും പറഞ്ഞിട്ട് അവർ താഴേക്ക് പോയി. അല്ല, എന്നാലും ഇങ്ങനെ ഇതെവിടെ പോയി? കുറച്ചു മുന്നേ തന്നോട് എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയത് കണ്ടതാണ്. ആ പോക്ക് താഴേക്കല്ല അപ്പോൾ പോയത്. പിന്നെ എങ്ങോട്ടായിരിക്കും? അവൾ റൂമിലൊന്ന് നോക്കി. അവൻ്റെ ഫോൺ മേശപ്പുറത്ത് തന്നെ ഇരിപ്പുണ്ട്. അമ്മ പറഞ്ഞത് ശരിയാ, ഇതൊന്നും എടുക്കാതെയാ പോയത്. വെറുതെയല്ല അമ്മ വിളിച്ചിട്ട് എടുക്കാഞ്ഞത്. ഫോൺ ഇവിടെ ഇരിക്കുമല്ലേ. അങ്ങേർക്ക് എന്തെങ്കിലും ചുറ്റിക്കളി ഉണ്ടെങ്കിൽ ഇതും കൊണ്ട് പോയേനെ. ഇതിപ്പം ഇതൊന്നും എടുക്കാതെയാണ് പോയേക്കുന്നത്. പൂജ വെറുതെ ഫോൺ എടുത്ത് നോക്കി. ഇടയ്ക്കിടെ അവൻ ഫോണും എടുത്ത് പുറത്തേക്ക് പോകുന്നത് കണ്ടിട്ടുണ്ട്. വിളിക്കാൻ. അതാരെയാണെന്ന് അറിയണമെന്നുണ്ട്. അവൾ ചുറ്റിനുമൊന്ന് നോക്കിയിട്ട് ഫോൺ പതിയെ കയ്യിലെടുത്തു. ശേഷം നിരാശയോടെ ഫോൺ അവിടെ തന്നെ വെച്ചു. ലോക്കാക്കി വെച്ചേക്കുന്ന ഫോൺ എങ്ങനെ തുറന്നു നോക്കാനാണ്? വെറുതെയല്ല ഇതിവിടെ വെച്ചിട്ട് പോയത്. അങ്ങേർക്ക് അത്ര ബുദ്ധിയില്ലാഴികയൊന്നും കാണില്ലല്ലോ. അതും താനിവിടെ ഉള്ളപ്പോൾ ഈ ഫോൺ ലോക്കൊക്കെ മാറ്റി വെക്കാൻ. എന്തായാലും സൂയിസൈഡ് ചെയ്യാനൊന്നും പോകില്ല. ഒന്നാമതേ നല്ല തൊലിക്കട്ടിയാണ്. അതിൻ്റെ കൂടെ എന്നെ ഒരിക്കലും രക്ഷപ്പെടാൻ വിടില്ലെന്നുള്ള വാശിയും. ഇത് രണ്ടുമുള്ളപ്പോൾ അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല. പിന്നെ ഇത് എങ്ങോട്ട് പോയി കാണും? പൂജയ്ക്ക് ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടിയില്ല. അതേസമയം കിരണിനെ കാണാൻ പോയ കാര്യം ഒരിക്കലും അവൻ അറിയരുതെന്നുള്ള പ്രാർത്ഥന കൂടിയുണ്ടായിരുന്നു അവൾക്ക്. വൈകുന്നേരമാണ് ഗൗതം വീട്ടിലേക്ക് കയറി വരുന്നത്. കയറി വന്നപ്പോൾ തന്നെ അവനെ കാത്തിരുന്നവർക്കുള്ള ഉത്തരം പോലെ അവനൊരു കള്ളവും കൂടി മനസ്സിൽ കരുത്തി വെച്ചിട്ടുണ്ടായിരുന്നു പറയാൻ. അത് പറഞ്ഞ് അവൻ ചായയും കുടിച്ചിട്ട് മുറിയിലേക്ക് പോയത്. പൂജ നേരത്തെ ചായ കുടിച്ചിട്ട് പോയിരുന്നു മുറിയിലേക്ക്. ഇടയ്ക്കിടെ ഗൗതം വന്നോന്ന് നോക്കുന്നുമുണ്ടായിരുന്നവൾ. ഗൗതം മുറിയിലേക്ക് ചെല്ലുമ്പോൾ പൂജ എന്തൊക്കെയോ ഒതുക്കിപ്പെറുക്കി വെക്കുവാണ്. അവൻ അകത്തേക്ക് കയറി വരുന്നത് കണ്ടതും പ്രത്യേകിച്ച് അതിശയമൊന്നും തോന്നിയില്ല അവൾക്ക്. ഏത് നിമിഷവും ഇത് പ്രതീക്ഷ തന്നെയാണ് ഇരുന്നത്. അതല്ലാതെ അവൻ നാടൊന്നും വിട്ടുപോകാൻ വഴിയില്ലല്ലോ. നിങ്ങളെ കാണാനില്ലെന്ന് ഒരു പരസ്യം കൊടുക്കാൻ പോകുമായിരുന്നു ഞാൻ. ആരോടും ഒന്നും പറയാതെ എങ്ങോട്ടോ ഇറങ്ങിപ്പോയിട്ട് ഇവിടെയുള്ളവരെ ടെൻഷൻ അടിച്ചത് അതെൻ്റെ അച്ഛനും അമ്മയുമല്ലേ, അല്ലാതെ നീയല്ലല്ലോ. നിനക്ക് സന്തോഷമാണെന്ന് എനിക്കറിയാം. അവൻ ദേഷ്യത്തോടെ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കറിയാമായിരുന്നു നിങ്ങൾ പോയതുപോലെ തന്നെ വരുമെന്ന്, അല്ലാതെ ഒളിച്ചോടി പോയതൊന്നുമല്ലെന്ന്. നിങ്ങൾ എന്നോടുള്ള വാശിക്ക് ഇറങ്ങിപ്പോയി. പുറത്തെവിടെയെങ്കിലും ചുറ്റിട്ട് കയറി വന്നു. ആ, നീ പറഞ്ഞത് ശരിയാ, ഞാൻ പോകില്ല. പക്ഷെ നീ മിക്കവാറും പോകും. അങ്ങനെ വല്ലതും പോകാൻ പ്ലാനുണ്ടെങ്കിൽ വല്ല കൊള്ളാവുന്നതിൻ്റെ കൂടെ ഈ നാട്ടിൽ നിന്ന് തന്നെ പൊക്കോണം. എൻ്റെ കൺമുന്നിലെങ്ങാനും രണ്ടിനെയും കണ്ടാൽ പിന്നെ നമ്മളിൽ ഒരാളെ ഉണ്ടാവും. ഗൗതം നിറഞ്ഞ ദേഷ്യത്തോടെ പറയുന്നത് കേട്ട് പൂജ പേടിയോടെ അവനെ നോക്കി. പൂജയുടെ നെഞ്ചിടിപ്പ് അവൾക്ക് കേൾക്കാൻ പാകത്തിന് ഉയർന്നിരുന്നു. എന്താടി അത് പറഞ്ഞപ്പോൾ നീ നിന്ന് വിയർക്കുന്നത്? ഇത്രയും നേരം എന്നോട് സംസാരിക്കാനുള്ള ധൈര്യമൊക്കെ ഇപ്പോൾ ഇല്ലല്ലോ നിനക്ക്. നിന്റെ മുഖം കാണുമ്പോൾ അറിയാം എന്തൊക്കെയോ നീ ഒളിക്കുന്നുണ്ടെന്ന്. ഞാനോ? അത് നീ തന്നെയല്ലെന്ന് നിനക്ക് പറയാൻ പറ്റുമോടി? ഗൗതം അലറിയതും പൂജ കുറച്ച് പുറകിലേക്ക് നീങ്ങി നിന്നു. ഭയം അവളെ അടിമുടി വിഴുങ്ങിയിരുന്നു. അവൻ ഇന്ന് നടന്നതെന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവുമോ? അതാണോ ഇനി? വലിയൊരു വാക്പോര് കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്നവനെ കണ്ട് ബെഡിലേക്ക് തളർന്നിരുന്നവൾ. അവൻ പറഞ്ഞിട്ട് പോയ വാക്കുകൾക്ക് ഒരുപാട് അർത്ഥമുള്ളതുപോലെ തോന്നി അവൾക്ക്. എന്തൊക്കെയോ പറയാതെ പറയുന്നത് പോലെ, എന്നാൽ ചിലതൊക്കെ തനിക്ക് മനസ്സിലാക്കി തരുന്നത് പോലെ. എന്തൊരു വിധിയാണ് ദൈവമേ എനിക്ക് വിധിച്ചത്. ഒന്നും തള്ളാനും കൊള്ളാനും കഴിയാത്ത അവസ്ഥയാണ് തനിക്കിപ്പോൾ ഉള്ളത്. ആർക്കും തന്നെ മനസ്സിലാക്കാൻ കഴിയില്ല. അതാണ് ഏറ്റവും വലിയ മുന്നിൽ തെളിയുന്ന സത്യം. കിരൺ, അവൻ്റെ ഇന്നത്തെ പെരുമാറ്റം പോലും ഇത്രയും നാളും താൻ മനസ്സിലാക്കിയെന്ന് കരുതിയ കിരണിൻ്റെ അല്ല. പാവം പോലെ തനിക്ക് മുന്നിൽ ഇത്രയും നാളും അവൻ അഭിനയിക്കുകയായിരുന്നോ? ഒന്നിനും വ്യക്തത വരുന്നില്ല.
കല്യാണം കഴിയുന്നതിന് മുന്നേ അവൻ ഒരു തവണ പോലും മറ്റൊരാൾ വഴി പോലും തിരക്കാത്തത് എന്തായിരുന്നു? തൻ്റെ അവസ്ഥ എന്താണെന്ന് അച്ഛനും അമ്മയും ഒരിക്കലും അവൻ പറഞ്ഞതുപോലെ അവനെ തട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിയും വരെ ഒളിവിൽ വെക്കുകയൊന്നുമില്ല. അതൊന്നും ചെയ്യാൻ അവർ അറിയുക പോലുമില്ല. പിന്നെ ആര്? നിവൃത്തികേടുകൊണ്ട് കെട്ടേണ്ടി വന്ന ഗൗതമോ? ഇല്ല, അവനും ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല. അങ്ങനെ സ്വന്തമാക്കാൻ കിരണല്ലേ നോക്കേണ്ടത്, അല്ലാതെ ഗൗതമാണോ? എല്ലാത്തിനും ഒരുപാട് പൊരുത്തക്കേടുകൾ തോന്നുന്നു. പൂജയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നി. ആരോടാണ് താൻ ഇതെല്ലാം ഒന്ന് ചോദിച്ചു മനസ്സിലാക്കുക? ഗൗതം തന്നെ കേൾക്കാൻ തയ്യാറായ ഒരാളായിരുന്നെങ്കിൽ ചോദിക്കാമായിരുന്നു. ഇതൊക്കെ പക്ഷേ അങ്ങനെയല്ലല്ലോ. എന്തെങ്കിലും സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ കടിച്ചു കയറാൻ വരുന്ന ഒരാളോട് എങ്ങനെയാ എന്തെങ്കിലും പറയുന്നത്? കിരണിനെ ഇന്ന് കാണാൻ പോയെങ്കിലും തൻ്റെ മനസ്സിൽ മറ്റൊന്നും തെറ്റായില്ലായിരുന്നു. അവൻ താൻ ചെന്നില്ലിൽ ഇവിടേക്ക് കയറി വരുമോ എന്ന് പേടിച്ചാണ് അവന് പറയാനുള്ളത് കേൾക്കാൻ പോയതുപോലും. അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു സാഹസത്തിന് മുതിരില്ലായിരുന്നു. അത് ഗൗതം അറിഞ്ഞാൽ അയാൾക്ക് തന്നെ കുറ്റപ്പെടുത്താനല്ലാതെ ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. ദേഷ്യം കയറി തിരികെ വീട്ടിലേക്ക് കൊണ്ടുവിടാനും മടിക്കില്ല. കാമുവിൻ്റെ കൂടെ കല്യാണം കഴിഞ്ഞിട്ടും പോയ മോശം പെണ്ണായി മാത്രമേ എന്നെ കാണൂ. പിന്നെ എല്ലാവരും, ഇവിടെയുള്ളവർക്ക് പോലും എന്നോട് വെറുപ്പാകും. വീട്ടിലേക്ക് പിന്നെ പോകുന്നതിന് നല്ലത് എന്തെങ്കിലും നരകത്തിലേക്ക് പോകുന്നതാണ്. അവർക്ക് തന്നെ 1% പോലും മനസ്സിലാകില്ല. പൂജയ്ക്കാകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. ഈ വീട്ടിൽ എന്തെങ്കിലും മൂലയ്ക്ക് കഴിഞ്ഞേനെ താൻ. ഈ ജന്മം തൻ്റെ ജീവിതം ഇങ്ങനെയാണെന്ന് കരുതി ഇതിനകത്ത് യാതൊരു പ്രതീക്ഷകളോ സ്വപ്നങ്ങളോ ഇല്ലാതെ ജീവിച്ചു തീർത്തേനെ. പക്ഷേ അതിനും തനിക്ക് പറ്റുന്നില്ലല്ലോ. കിരൺ അവൻ തന്നെ വെറുതെ വിടില്ലിനി. അവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട്. എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടാണ് അവൻ തന്നെ കാണാൻ വരുന്നത്. ഒരു വശത്ത് തൻ്റെ കഴിഞ്ഞ കാലമായ കിരണും മറുവശത്ത് തന്നെ എന്നേക്കുമായി വിലക്ക് വാങ്ങിയ തൻ്റെ കഴുത്തിൽ താലി കെട്ടിയവനും നിൽക്കുവാണ്. ഇതിനിടയിൽ ശ്വാസമുട്ടി പൂജയും. അവളുടെ മാനസികാവസ്ഥയോ മനസ്സിലാക്കാൻ ആർക്കും കഴിയുന്നുമില്ല. അവൾക്കറിയില്ലായിരുന്നു മുന്നോട്ട് എങ്ങനെ നീങ്ങണമെന്ന്. വല്ലാതെ തളർന്നും ഒറ്റപ്പെട്ടും പോയവൾ. ഇതിനവസാനം നല്ലതൊന്നും സംഭവിക്കില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ഗൗതം! അമ്മയുടെ വിളി കേട്ടാണ് അവൻ മുന്നോട്ട് നീക്കിയ കാല് പിന്നോട്ട് വെച്ചത്. എന്താ? നീ എപ്പോൾ നോക്കിയാലും ഓരോന്ന് പറഞ്ഞ് ആ കൊച്ചിനോട് വഴക്കാണോ ഗൗതം? ആശ ചോദിക്കുന്നത് കേട്ട് അവൻ്റെ മുഖം മാറി. നീ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടാണ് അമ്മ ഇങ്ങനെ ചോദിക്കുന്നതെങ്കിൽ അതിനുള്ളത് കൂടി പിന്നാലെ വരുന്നുണ്ട്. ഗൗതം മനസ്സിൽ പറഞ്ഞുകൊണ്ട് പല്ല് കടിച്ചു. എന്താടാ, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ നീ? കേട്ട്. അമ്മയോടാരാ ഇതൊക്കെ പറഞ്ഞത്? അവളാണോ? അവൾ പറഞ്ഞത് മാത്രമേ ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിയൂ. എനിക്കെന്താ ചെവിയും കണ്ണുമൊന്നുമില്ലേ ഇതൊന്നും മനസ്സിലാക്കാനും അറിയാനും? ഞാൻ കാണുകയും അറിയുകയും ചെയ്തിട്ടും ഒന്നും മിണ്ടാതെ വിടുന്നത് നിങ്ങൾ തമ്മിൽ പതുക്കെയാണെങ്കിലും ശരിയായി പോകുമെന്ന് കരുതിയാണ്. പക്ഷെ നിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെയല്ല. ഞാൻ അതിനെന്ത് ചെയ്തു? എനിക്കറിയില്ല അമ്മ എന്താണ് പറയുന്നതെന്ന്. എൻ്റെ മോൻ എൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ ഒരുപാട് പൊട്ടൻ കളിക്കാതെ. നീ ഏത് സാഹചര്യം കൊണ്ടാണ് അവളെ കല്യാണം കഴിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നതെന്നൊക്കെ നിനക്കും എനിക്കും നല്ലതുപോലെ അറിയാം. അതൊക്കെ അന്നേ വിട്ടുകളയേണ്ട കാര്യങ്ങളാണ്. ഇനി മുന്നോട്ട് എങ്ങനെയാണെന്ന് മാത്രം നോക്കിയാൽ മതി. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കാര്യങ്ങൾ. ഞാൻ കുറച്ചു മുന്നേ നിങ്ങളെ വിളിക്കാൻ വന്നപ്പോൾ കേട്ടു നീ അവളോട് പറയുന്നതൊക്കെ. അതിൽ വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. ലോകത്തുള്ള മിക്ക ആണുങ്ങളും ഇങ്ങനെയുള്ള സംസാരങ്ങളാവും സംസാരിക്കുന്നത്. നിന്റെ അച്ഛൻ പക്ഷേ എന്നോട് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ഞങ്ങൾ രണ്ടുപേരും കെട്ടിവന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ അല്ലാത്തത് കൊണ്ടായിരിക്കാം. എന്നാലും അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗൗതമിൻ്റെ മുഖം പെട്ടെന്ന് മാറി. അല്ലേ തന്നെ പൂജ കിരണിനോട് സംസാരിച്ച് നിൽക്കുന്നതാണ് അവൻ്റെ മനസ്സിൽ. അതിൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അവൻ്റെ സമനില തെറ്റുന്നുണ്ടായിരുന്നു. ദേഷ്യം കടിച്ചമർത്തി നിൽക്കുവാണ് അവൻ ആശയ്ക്ക് മുന്നിൽ. ഏത് നിമിഷവും പക്ഷേ അവനിൽ നിന്നൊരു പൊട്ടിത്തെറി പ്രതീക്ഷിക്കാം. അതുപോലെയാണ് അവൻ്റെ നിൽപ്പ് തന്നെ. നിനക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടില്ലേ? അതുപോലെ തന്നെയാ എനിക്കും. നിനക്ക് ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറാൻ സമയമുണ്ടായിട്ടും നീ എന്തുകൊണ്ട് ഇതിൽ നിന്ന് പിന്മാറിയില്ല? ഇതിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി വഴക്ക് കൂടുന്നത് ശരിയല്ല. അമ്മയ്ക്ക് കാര്യങ്ങളൊന്നും അറിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. നിൻ്റെ അമ്മയ്ക്ക് എന്തറിയില്ലെന്നാ എനിക്കെല്ലാം അറിയാം. ഇതിൽ കൂടുതൽ ഒന്നും അറിയാനുമില്ല. ഞാനും നിൻ്റെയൊക്കെ പ്രായത്തിൽ ഒരു ഭാര്യയും അമ്മയുമൊക്കെ ആയതാണ്. അതുകൊണ്ട് നീ അതൊന്നും പറയണ്ട. ഞങ്ങളും ഇതുപോലെ പരസ്പരം മനസ്സിലാക്കി തന്നെയാണ് ജീവിക്കുന്നത്. അവനൊന്നും മിണ്ടിയില്ല. നടന്ന കാര്യങ്ങളൊന്നും അമ്മയോട് പറയാൻ പറ്റാത്തതുകൊണ്ട് എല്ലാം ഉള്ളിൽ തന്നെ വെച്ചവൻ. ഗൗതം, അമ്മ നിന്നോട് സീരിയസ് ആയി പറയുക. ആ കൊച്ചിനെ ഇവിടെ ഇട്ട് വേദനിപ്പിക്കരുത്. നിനക്ക് അതുമായി ഒത്തുപോകാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടി ആലോചിച്ചൊരു തീരുമാനമെടുത്ത് പിരിയുക. ആശ പറയുന്നത് കേട്ട് ഗൗതം ഒന്ന് ഞെട്ടി. അവൻ ഞെട്ടുന്നത് അവർ കൃത്യമായി കാണുകയും ചെയ്തു. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലായോ? അവൻ മെല്ലെ തലയാട്ടി.
പിന്നെ ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോകുന്നവനെ നോക്കി ശ്വാസമൊന്ന് വലിച്ചു വിട്ടിട്ട് അവരും പോയി അവിടുന്ന്. ഒരുപാട് ആഗ്രഹിച്ച് മോഹിച്ച് ആകെയുള്ള മകൻ്റെ കല്യാണം നടത്തിയിട്ട് അവൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആവുന്നതിൽ അവർക്ക് വല്ലാത്ത ഹൃദയവേദന തോന്നി. ആരെയും കുറ്റപ്പെടുത്തിയിട്ടും കൂടുതൽ കാര്യവുമില്ലല്ലോ. കുറേ ദിവസം സ്റ്റോറി ഇടാൻ ലേറ്റായെന്നറിയാം. എല്ലാവരും ക്ഷമിക്കണം. ഇനി എന്നും ഇടാം. കാത്തിരുന്ന് വായിക്കുന്നവരോട് എല്ലാവരോടും ഒരുപാട് സ്നേഹം. കമൻ്റ് ഇടാൻ മറക്കരുത്.